കലക്കൻ റീചാർജ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫാൻ. വിസ്മയകരമായ മാറ്റങ്ങൾ പഠനത്തിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഏകാഗ്രതയിലും പിന്നെ ഈസി ആയിട്ട് പഠിക്കാനുള്ള സൈക്കോളജിക്കൽ ടിപ്സ് ആണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈക്കോ തെറാപ്പിസ്റ്റ് മിസ്റ്റർ അനിലാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇന്നലെ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റർ അനിലിനോട് ചോദിക്കാനുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞപ്പം അലൻ വിളിച്ച് പറഞ്ഞത്, അതായത് എത്ര പഠിച്ചിട്ടും ഭയങ്കരമായിട്ട് പഠിക്കും, എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കും, കുറെ നേരം ഇരുന്ന് പഠിക്കും, എന്നിട്ട് എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് പഠിച്ചു തീർന്നു എന്നൊരു തോന്നൽ വരുന്നില്ല. പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? പല കുട്ടികളും ഒരു ദിവസം 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ അതല്ലെങ്കിൽ 6-7 മണിക്കൂർ വരെയൊക്കെ പഠിക്കും. ആഴ്ചയിൽ 7 ദിവസം പഠിക്കുന്നുണ്ടാവും. ഇങ്ങനെ വർഷം മുഴുവൻ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ദിവസം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം മാത്രം പഠിക്കുന്ന ചിലപ്പോൾ ഒരു നിങ്ങളുടെ കൂട്ടുകാരന് ചിലപ്പോൾ വളരെ നല്ല പരീക്ഷയിൽ നല്ല ഗ്രേഡുകൾ കിട്ടുന്നത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാഗ്രതയിലാണ്. ഏകാഗ്രമായ മനസ്സോട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിക്ക് നമുക്ക് പഠനത്തിന് നല്ല ക്വാളിറ്റി ടൈം നമുക്ക് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. അതല്ലാതെ എല്ലാ സമയവും പുസ്തകത്തിന് മുമ്പിൽ ഇരുന്നു എന്ന് വിചാരിച്ച് പഠനം ഭംഗിയാവണമെന്നില്ല. അപ്പൊ ഏകാഗ്രമായിട്ട് മനസ്സ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഓക്കെ, ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, വീട്ടിലിരുന്ന് കേൾക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്യാനും ശ്രമിക്കണം. ശരീരം നമ്മൾ വളരെയധികം ടെൻസ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു കസേരയിൽ സ്വസ്ഥമായിട്ടിരിക്കുക. കാൽപാദം മുതൽ തല വരെയുള്ള ശരീരഭാഗങ്ങൾ മനസ്സിലൊന്ന് ശ്രദ്ധിക്കുക. എവിടെയൊക്കെയാണ് പിരിമുറുക്കം അനുഭവപ്പെടുന്നത് ആ ഓരോ ഭാഗങ്ങളും മനഃപൂർവ്വം ബോധപൂർവ്വം തന്നെ അയച്ച് കൊണ്ടുവരിക. ശ്വാസഗതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുന്നതും വളരെ ഭംഗിയായിട്ട് പരീക്ഷ എഴുതുന്നതും മനസ്സിൽ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഒന്ന് കാണുക. ഒന്ന് മനസ്സിലൊന്ന് ഭാവന ചെയ്യുക. ഓക്കെ, ബസ്സിലിരിക്കുവാണെങ്കിലും വീട്ടിലിരിക്കുവാണെങ്കിലും കണ്ണടയ്ക്കുക. എന്നിട്ട് ഇത് മനസ്സിൽ ഭാവനയിൽ കാണുക. ഇന്ന് എക്സാം ഹോളിലോട്ട് ഞാൻ കയറി ചെന്ന് ചോദ്യ പേപ്പർ നോക്കുമ്പോൾ ഇന്നലെ പഠിച്ച എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ആഹാ, ഇത്ര എളുപ്പമുള്ള ചോദ്യ പേപ്പറോ. അതിനുശേഷം വളരെ ഭംഗിയായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്നതും അതിനുശേഷം എക്സാം റിസൾട്ട് വരുന്നതും ആ എക്സാം റിസൾട്ട് വന്നു കഴിയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു വിജയം നിങ്ങൾക്ക് കിട്ടുന്നതും മനസ്സിൽ ഭാവന ചെയ്യുക. പഠിക്കാനിരിക്കുമ്പോൾ തന്നെ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ഇതെന്താണെങ്കിലും ഞാൻ പരാജയപ്പെടും എന്നുള്ള ഉറപ്പായിട്ട് ചിന്തയോടുകൂടിയാണെങ്കിൽ പഠനത്തിന്റെ ആ ക്വാളിറ്റിയും വളരെയധികം കുറഞ്ഞു പോകും. വളരെ നല്ല രീതിയിൽ വിജയം നിങ്ങൾ മനസ്സിൽ കാണുക. അതായത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കാണുക. ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ വന്ന് നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അതിന്റെ ഫീലിംഗ് സഹിതം അത് നടന്നു കഴിഞ്ഞു എന്നുള്ളത് പോലെ ഒന്ന് മനസ്സിൽ കാണുക. അപ്പൊ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. അതിപ്പോ നടക്കുന്നതാണെന്ന് തോന്നും. അപ്പൊ അത് ഓൾറെഡി നടന്ന സംഭവമായിട്ട് അത് വിശ്വസിക്കുകയും ചെയ്യും. അതിനുവേണ്ടി മനസ്സൊരുങ്ങുകയും ചെയ്യും. ശരി, സൂപ്പർ. മനസ്സൊരുങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഐ എം റാഫി, റേഡിയോ രാവിലെ. താങ്ക് യു സോ മച്ച് അനിൽ ഇത്രയും ടിപ്സ് പറഞ്ഞു തന്നതിന്. കലക്കൻ റീചാർജ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫാൻ. ആരുമേ കാണാതെ ഒന്നുമേ ചൊല്ലാതെ ജീവനായി മാറി നീ അഴകേ.